നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 22. അങ്ങനെ തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിലെ നേട്ടങ്ങൾക്കു ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് വീണ്ടും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൂടാതെ ചൈനയുടെ ഭാഗത്ത് നിന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കെതിരെ പുതിയ മുന്നറിയിപ്പ് നൽകി അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നതും. നിഫ്റ്റിയിൽ ഇന്നത്തെ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ഹൈ ആയ 24,515 എന്ന ലെവലിൽ നിന്നും റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും 24,352 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തൽഫലമായി 198 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 24,378 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 756 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 247 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എങ്കിലും ഇന്ന് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1,727 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ 1,226 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ബോർഡർ മാർക്കറ്റ്സിൽ നിന്നും മിക്സ്ഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. നിഫ്റ്റി മിഡ് ക്യാപ്പിന് ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സ്മോൾ ക്യാപ് ഇൻഡെക്സിന് 1% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി HCL ടെക്നോളജീസ്, ടെക് മഹേന്ദ്ര, ഇൻഫോസിസ്, TCS, M&M തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ ശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, NTPC, ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടവും കൈവരിക്കുവാനായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ IT മേഖലയ്ക്ക് ഇന്ന് 4% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നപ്പോൾ പ്രൈവറ്റ് ബാങ്കിന് 0.4% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ FMCG, മീഡിയ, മെറ്റൽ, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 0.4% മുതൽ 1% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായി. ഇന്ത്യൻ രൂപയ്ക്ക് തുടർച്ചയായി ഇന്നും US ഡോളറിനെതിരെ ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 30 പൈസയുടെ നഷ്ടത്തോടുകൂടി 93.79 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. RBIയുടെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ രൂപയുടെ ഊഹക്കച്ചവടം താൽക്കാലികമായി നിർത്തിവച്ചതിനു ശേഷം 3 ആഴ്ചകൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം US ഡോളറിനെതിരെ വീണ്ടും 94 എന്ന ലെവലിന് തൊട്ടടുത്തേക്കായിട്ട് എത്തിച്ചേരുന്നതും. റോബസ്റ്റ് ആയിട്ടുള്ള കോട്ട് ഓഫ് ഏർണിംഗ്സ് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് സൺടെക് റിയാലിറ്റിയിൽ ഇന്ന് 11% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. എന്നാൽ അതേസമയം ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചുടനടി തന്നെ റിലീസ് ചെയ്യപ്പെട്ട HCL ടെക്കിന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 11% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. ഇതിലേക്ക് നയിച്ചത് കോട്ട് ഓഫ് ഏർണിംഗ്സ് നിരാശപ്പെടുത്തിയത് തന്നെയാണ്. ടെലകോം മേഖലയിൽ 1 ഗിഗാവാട്ട് മണിക്കൂർ ലിഥിയം സംഭരണ വിന്യാസം എന്ന നേട്ടം കമ്പനി മറികടന്നതോടെ അമരരാജ ബാറ്ററിയുടെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 17% ഉയർച്ചയും അനുഭവപ്പെട്ടു. ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇറാനുമായിട്ടുള്ള സീസ് ഫയർ നീട്ടി നൽകിയെങ്കിലും എന്തെല്ലാം ഘടകങ്ങളാണ് മാർക്കറ്റിനെ ശക്തമായ ഒരു നഷ്ടത്തിലേക്ക് ഇന്ന് തള്ളിവിടുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റുകൾ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ അതുവരെ US-ൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഇറാനുമായിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ സംഘം പുറപ്പെടാതിരുന്നതിനെ തുടർന്ന് സ്റ്റോക്കിന് മുകളിലുള്ള ആശങ്ക മൂലം S&P 500-നും നാസ്ഡാക്കിനും 0.5% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നീട് US മാർക്കറ്റുകൾ അടച്ചതിന് ശേഷമാണ് ട്രംപിന്റെ സീസ് ഫയർ നീട്ടിക്കൊണ്ടുള്ള പ്രഖ്യാപനം വരികയും ചെയ്തത്. തുടർന്ന് ഇന്ന് യൂറോപ്യൻ, ഏഷ്യൻ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട ജാഗ്രതയെ തുടർന്ന് വീക്ക്നെസ്സും കൂടാതെ ഗ്ലോബൽ മാർക്കറ്റിലാകമാനം നിക്ഷേപകർ ജാഗ്രത പുലർത്തുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലാകമാനം അനുഭവപ്പെട്ട ജാഗ്രതയാണ് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും നഷ്ടത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. HCL ടെക്നോളജീസിന്റെ കോട്ട് ഓഫ് ഏർണിംഗ്സുകൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിന് ശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നു. മാത്രമല്ല ഇതിനെ തുടർന്ന് ഇന്ന് നിഫ്റ്റി ITയിലാകെ ഏകദേശം 5% ഇടിവാണ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെടുകയും ചെയ്തത്. ഏകദേശം 1,500 പോയിന്റുകളുടെ പിന്നീട് 200 പോയിന്റുകൾ റിക്കവർ നടത്തുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും 4% നഷ്ടത്തോടു കൂടിയിട്ടാണ് നിഫ്റ്റി ITക്ക് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. കൂടാതെ നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ ആകെ ഒറാക്കിൾ ഫിൻ സർവീസസിനെ മാറ്റി നിർത്തിയാൽ ബാക്കി 9 സ്റ്റോക്കുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൂടാതെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ടെക് മഹേന്ദ്രയുടെ കോട്ട് ഓഫ് ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. നെറ്റ് പ്രോഫിറ്റിലും റവന്യൂവിലും ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും ഇന്ന് ടെക് മഹേന്ദ്രയ്ക്കും 2% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇറാനുമായിട്ടുള്ള സീസ് ഫയർ നീട്ടിയെങ്കിലും ഹോർമോസിലെ ബ്ലോക്കേഡ് തുടരുമെന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് വീണ്ടും അത് എണ്ണയുടെ വിലയിൽ കാര്യമായ വർധനവിന് ഇടയാക്കി. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ
ശക്തമായ ഉയർച്ച എണ്ണയുടെ വിലയിൽ രേഖപ്പെടുത്തിയെങ്കിലും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന്റെ വ്യാപാര സമയത്ത് ഭൂരിഭാഗം സമയത്തും 0.25% ഇടിവ് ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് വീണ്ടും അവ വർദ്ധിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ബ്രന്റ് ക്രൂഡിന്റെ വില $100 തൊട്ടടുത്തേക്കായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $90 മുകളിലായിട്ടും ബാരലിന് മറികടക്കുകയും ചെയ്തു. കൂടാതെ ബ്ലോക്കേഡ് തുടരുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഗ്ലോബൽ മാർക്കറ്റിൽ വീണ്ടും എണ്ണയുടെ വിലയ്ക്ക് അതിശക്തമായ ഉയർച്ചയ്ക്ക് ഒരുപക്ഷെ കാരണമാക്കുകയും ചെയ്യും. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു, ഇന്നലത്തെ ശക്തമായ നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിക്കൊക്കെ അതിന്റെ 1.5 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതായത് മാർച്ച് 5-ാം തീയതിക്ക് ശേഷം ഏറ്റവും ഉയർന്ന തോതിലാണ് നിഫ്റ്റി ഉൾപ്പെടെ ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തത്. ആയതിനാൽ തന്നെ ഇന്ന് സീസ് ഫയർ നീട്ടിയെങ്കിലും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക്, എസ്പെഷ്യലി ഹോർമൂസുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾക്ക് ഒരു പരിഹാരമായില്ല എന്ന് മാത്രമല്ല, ചർച്ചകളിലേക്ക് എത്തിച്ചേരാതിരുന്നതും മാർക്കറ്റിനെ നിക്ഷേപകരെ നിരാശപ്പെടുത്തിയതിനെ തുടർന്ന് സ്മാർട്ടായിട്ടുള്ള നിക്ഷേപകർ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ശക്തമാക്കുന്ന കാഴ്ചയും കാണുവാനായിട്ട് സാധിച്ചു. ഇതിനെല്ലാം പുറമെ ഇന്നലെ കൂൾ ഓഫ് ആയി ഇന്ത്യ വിക്സിൽ ഇന്ന് ഏകദേശം 6% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ രേഖപ്പെടുത്തുക മാത്രമല്ല 4.39% ഉയർച്ചയോടുകൂടി 18.30 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയും ചെയ്തത്. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടെ തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമുസ് കടലിടുക്കിൽ വെച്ചിട്ട് ഇറാന്റെ IRGC ബോട്ടിൽ വന്നിട്ട് 2 കപ്പലുകൾക്കെതിരെ വെടിവെച്ചു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് ഇന്ന് ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വീണ്ടും ശക്തമായ ഉയർച്ചയ്ക്കും ഇടയാക്കിയത്. എന്നാൽ അതേസമയം ചൈനയുടെ ഭാഗത്ത് നിന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കായിട്ട് ട്രംപ് വെടിനിർത്തൽ നീട്ടിയതോടെ മിഡിൽ ഈസ്റ്റ് നിർണായക ഘട്ടത്തിലാണെന്നുള്ള മുന്നറിയിപ്പാണ് ചൈന നൽകുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് സീസ് ഫയർ നീട്ടിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തിന് മാർക്കറ്റിനെ സേവ് ചെയ്യുവാൻ സാധിച്ചില്ല. കാരണം കഴിഞ്ഞ തവണത്തെ പോലെയൊന്നുമല്ല, സീസ് ഫയറിന് ഒരു ഡെഡ് ലൈനും അദ്ദേഹം നൽകിയിട്ടില്ല. എന്നാണോ ഇറാൻ ചർച്ചയ്ക്കായിട്ട് തയ്യാറായിക്കൊണ്ട് വന്നൊരു ഡീലിലേക്ക് എത്തിച്ചേരുന്നത്, മാത്രമല്ല എന്ന് ഡീൽ നടക്കുമോ അന്ന് മുതലേ ബ്ലോക്കേഡ് മാറ്റുമെന്നുള്ള നിലപാടിൽ തന്നെയാണ് ട്രംപ് ഉറച്ചു നിൽക്കുന്നതും. നിലവിലെ ഇറാനിലെ സാഹചര്യം വെച്ച് ഇതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് താനും. ആയതിനാൽ തന്നെ ഒരു പക്ഷേ സീസ് ഫയർ നിശ്ചിതമായിട്ട് നീണ്ടുപോകും. എന്നാൽ അത് മാർക്കറ്റിന് ഒരിക്കലും ഗുണം ചെയ്യുകയുമില്ല. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ രാവിലെ പോലെ തന്നെ 200-ലേറെ പോയിന്റുകളുടെ നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-അടുത്തും ജർമ്മൻ മാർക്കറ്റിന് 0.5%-ലേറെയും നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്നും മിക്സ്ഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ടും സാധിക്കുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $99.31 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $90.37 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വിലയിൽ നേരിയ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്, ഏകദേശം 0.5%-ലേറെ 4750.75 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അദാനി എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡ് നാളെ ഏപ്രിൽ 23-ന് കമ്പനിയുടെ ക്വാർട്ടർ 4 റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കും. ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ് ഇൻപുട്ടിന്റെയും കെമിക്കലുകളുടെയും കോസ്റ്റിലുണ്ടായ വർധനവിനെ തുടർന്ന് മാർച്ച് മാസം 5%-ഓളം കമ്പനിയുടെ പ്രോഡക്ട്സിൽ വില വർദ്ധിപ്പിച്ച കമ്പനി ഏപ്രിലും 10%-ഓളം വീണ്ടും വില വർദ്ധിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇൻഫോസിസ് സ്ഥിരത ഉറപ്പാക്കിക്കൊണ്ട് CEO ശ്രീ സലിൻ പരേഗിന്റെ കാലാവധി 2 വർഷം കൂടി നീട്ടി നൽകിയേക്കാം എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. മംഗളം സിമെന്റ് രാജസ്ഥാനിലെ ജയ്സാൽമീറിലെ മിനിയുൻകി ധനി ബ്ലോക്കിന്റെ ഖനനപാട്ടം കമ്പനി നേടിയെടുത്തു. സുപ്രിയ ലൈഫ് സയൻസ് മഹാരാഷ്ട്രയിലെ പരശുറാം ഇൻഡസ്ട്രിയൽ ഏരിയയിലുള്ള കമ്പനിയുടെ നിർമ്മാണ കേന്ദ്രത്തിൽ US FDA പരിശോധന പൂർത്തിയാക്കി. ആകെ ഒരു ചെറിയ നിരീക്ഷണം മാത്രമേ നടത്തിയതുമുള്ളൂ. മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ക്വാർട്ടർ 4 റിസൾട്ടുകൾ കമ്പനി ഇന്ന് പ്രസിദ്ധീകരിച്ചു. കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിൽ റവന്യൂവില് 9.3% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് പ്രോഫിറ്റിലും 92.2% ഇടിവും രേഖപ്പെടുത്തി. കൂടാതെ 60 രൂപ per ഷെയർ എന്ന നിലയിൽ ഫൈനൽ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. L&T ഹരിത അമോണിയ വിതരണത്തിനായി L&Tയുടെ അനുബന്ധ സ്ഥാപനമായ LTGL ജപ്പാനിലെ ITOCHയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടു. RBL ബാങ്ക് ശ്രീ ദീപക് കുമാറിനെ 2026 ഒക്ടോബർ 31 വരെ ബാങ്കിന്റെ ചീഫ് റിസ്ക് ഓഫീസറായിട്ട് പുനർനിയമിക്കുവാൻ ബോർഡ് അംഗീകാരം നൽകി. ടെക് മഹേന്ദ്ര
ക്വാർട്ടർ 4 റിസൾട്ടുകൾ കമ്പനി ഇന്ന് ഉച്ചതിരിഞ്ഞ് പ്രസിദ്ധീകരിച്ചു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 19% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 12.6% വളർച്ചയും രേഖപ്പെടുത്തി. കൂടാതെ 36 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. ഹാവൽസ് ഇന്ത്യ ക്വാർട്ടർ 4 റിസൾട്ടില് ഇയർ ഓൺ ഇയർ ബേസിസില് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റില് 41% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 6,688 കോടി രൂപ റിപ്പോർട്ട് ചെയ്തു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.